Dear students, welcome to Learner's World. In this video, I'm going to talk about a documentary, The Last Stand, directed by Ravi Pratap Sharma. First semester, Calcutta University, BSc, AIC English, English Language Skills for Sciences. The Last Stand. It is a documentary about saving the world's last remaining ancient forest, particularly focusing on British Columbia's Fairy Creek. The Last Stand എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രവി പ്രതാപ് ശർമ്മയാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ലോകത്തിലെ റിമൈനിങ് ആയിട്ടുള്ള, അതായത് ബാക്കി നിൽക്കുന്ന പുരാതന കാലത്തുള്ള ഫോറസ്റ്റുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ എടുത്തിട്ടുള്ളൊരു ഡോക്യുമെൻ്ററിയാണ് ദ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. പെർട്ടിക്കുലർലി ഫോക്കസിങ് ഓൺ ബ്രിട്ടീഷ് കൊളംബിയാസ് ഫയറി ക്രീക്ക്. അതായത് കൂടുതൽ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്, ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയാസ് ഫയറി ക്രീക്ക്, അതൊരു ഫോറസ്റ്റാണ്. അപ്പോൾ അതാണ് ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുരാതന കാലത്തുള്ള ഫോറസ്റ്റുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ ഒരു ഡോക്യുമെൻ്ററിക്കുള്ളത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഫോറസ്റ്റ് ഫോർ ക്ലൈമറ്റ് റെഗുലേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോറസ്റ്റുകളുടെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. ഈ ഫോറസ്റ്റുകൾ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള പുരാതന കാലത്തുള്ള വലിയ വലിയ കാടുകൾ നമ്മളുടെ കാലാവസ്ഥ നിയന്ത്രിക്കാനും അതുപോലെ ജൈവ വൈവിധ്യത്തിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. The documentary discusses the conflict between logging interest and preservation efforts, emphasizing the failure of government to protect these vital ecosystem. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി ഡിസ്കസ് ചെയ്യുന്നത് ലോഗിങ് മീൻസ് മരം മുറിക്കുന്നത്, അതായത് മോണിറ്ററി ബെനഫിറ്റിന് വേണ്ടിയിട്ട് കാടുകളിൽ പഴയ കാടുകളിൽ പോയിട്ട് മരമൊക്കെ വെട്ടി മുറിക്കുക. അതും ഈ ഒരു കാടിനെ സംരക്ഷിക്കാൻ എടുക്കുന്ന എഫേർട്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറും ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു എക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള ആ ഒരു ഫെയിലിയർ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. The documentary highlights the destruction of nearly 50% of the world's forests due to human activities and climate change. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഈ വനനശീകരണമൊക്കെ മൂലം ഒരുപാട് കാടുകളൊക്കെ ഇല്ലാതായിട്ടുണ്ട്. അതായത് ആളുകളുടെ, നമ്മുടെ മനുഷ്യന്മാരുടെ മോണിറ്ററി ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാടുകൾ നശിപ്പിച്ച് അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു കാടിനെ ആശ്രയിക്കുന്ന ഒരുപാട് സ്പീഷ്യസ് ഉണ്ട്. അവരൊക്കെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമൂലം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലോഗിങ് ഇൻട്രസ്റ്റ്, അതുപോലെ ഈ ഒരു ഫോറസ്റ്റിനെ പ്രിസർവ് ചെയ്യാൻ, അതായത് സംരക്ഷിക്കാൻ എടുക്കുന്ന എഫേർട്ട് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഈ ഒരു ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് കാണിക്കുന്ന ആ ഒരു ഫെയിലിയർ, പ്രൊട്ടക്റ്റ് ചെയ്യാതെ നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു ഫെയിലിയറിനെ, ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയറിനെ ഒക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 50% ഓഫ്, അതായത് ലോകത്തിലെ ഫോറസ്റ്റിലെ 50% എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസ് മൂലം നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 50% ഫോറസ്റ്റുകളും ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ പറയുന്നത്. അതുമൂലം ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട്. ഇറ്റ് ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഏൻഷ്യൻറ്റ് ഫോറസ്റ്റ് ഇൻ കാനഡ ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയ വിച്ച് ആർ crucial for regulating water levels, carbon sequestration and providing shelter for various species. അതുപോലെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫോറസ്റ്റുകൾ, കാനഡയിലെ ഫോറസ്റ്റ്, അതുപോലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഫോറസ്റ്റൊക്കെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഇത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റുകളാണ്. അപ്പോൾ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഏൻഷ്യൻ ഫോറസ്റ്റുകളൊക്കെ വാട്ടർ ലെവൽസ് റെഗുലേറ്റ് ചെയ്യുന്നു, അതായത് വാട്ടർ ലെവൽ നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ കാർബൺ സിക്വസ്ട്രേഷൻ, അതായത് ഒരുപാട് അതായത് ഫോറസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബണിനെ വലിച്ചെടുക്കുന്നുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് മനുഷ്യന്മാർക്ക് ആവശ്യമില്ല ഓക്സിജൻ അവർ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അതുപോലെ പ്രൊവൈഡിങ് ഷെൽട്ടർ ഫോർ വേരിയസ് സ്പീഷീസ്, ഒരുപാട് സ്പീഷീസിന്, അതായത് ഒരുപാട് ആനിമൽസിനും ബേഡ്സിനും ഒക്കെ എന്താണ് ഒരു ഷെൽട്ടറാണ്, അവരുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ് ഈ ഒരു ഫോറസ്റ്റുകൾ, ഏൻഷ്യൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മനുഷ്യരുടെ ആക്ടിവിറ്റീസ് മൂലം ഇതെല്ലാം നശിക്കുകയാണ് ചെയ്യുന്നത്. The documentary also discusses the ongoing battle between logging companies, indigenous communities and activists in the Fairy Creek watershed. അതുപോലെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാറ്റിലാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചിട്ടാണ്. അതായത് ആരൊക്കെ തമ്മിലാണ് ലോഗിങ് കമ്പനീസ്, അതായത് ഈ അവരുടെ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് മരം മുറിച്ച് കടത്തി കൊണ്ടുപോകുന്ന ലോഗിങ് കമ്പനീസ്, അതുപോലെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്, അതായത് ആ ഒരു പ്രദേശത്തുള്ള ഒരു ദേശത്ത് വസിക്കുന്ന ആളുകൾ, അതുപോലെ ആക്ടിവിസ്റ്റുകൾ, അതായത് ഈ ഒരു ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകർ, ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. ഫെയറി ക്രീക്ക് വാട്ടർഷെഡ് എന്ന് പറയുന്നത് ഒരു ഏൻഷ്യൻ ഫോറസ്റ്റിനെയാണ് പറയുന്നത്. ഓക്കെ, The documentary shows about the after effects of the police enforcement against the protesters. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ പ്രതിരോധിക്കാൻ പോലീസ് എൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ അവരൊക്കെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നുണ്ട്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ബട്ട് ടു പ്രിവെൻറ്റ് ആൻഡ് സസ്റ്റെയിൻ ദ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഫോർ എൻഷുറിങ് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ. അതായത് ഈ ഫോറസ്റ്റിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഫോറസ്റ്റിൻ്റെ നിലനിൽപ്പ് മാത്രമല്ല ലക്ഷ്യം, മറിച്ച് ക്ലൈമറ്റ് ചേഞ്ച്, അതായത് കാലാവസ്ഥ മാറ്റങ്ങൾ ഒക്കെ സസ്റ്റെയിൻ ചെയ്യുക, അതുപോലെ ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി, ഇതൊക്കെയാണ് ഈ ഒരു പ്രിസർവിങ് ഫോറസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെനി പ്രൊട്ടസ്റ്റ് വർ കണ്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദിസ്. ഒരുപാട് പ്രതിഷേധങ്ങൾ ഈ ഒരു പ്രവർത്തിക്ക്, ഈ ഒരു ലോഗിങ്ങിന്, ഫോറസ്റ്റിൽ ലോഗിങ്ങിന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദീസ് പീപ്പിൾ ഹു ലെഡ് ദ പ്രൊട്ടസ്റ്റ് വർ വാൺ ബൈ ദ പോലീസ്. പക്ഷേ ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിലും അവിടെ പോലീസ് എൻഫോഴ്സ്മെൻറ്റ് വന്നിട്ട് അവരെ വാൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 3 scientists presented a document with proof showing the reason for the demise of old growth forest of British Columbia. അങ്ങനെ ഇരിക്കുകയാണ് 3 സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് ഒരു ഡോക്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്യുകയാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ. അവരൊരു തെളിവ് കൊടുക്കുന്നുണ്ട്, അതായത് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് കൊളംബിയയിലെ പഴയ ആൻഷ്യൻ ഫോറസ്റ്റുകളൊക്കെ, ഡിമൈസ് മീൻസ് മരണപ്പെട്ടത്, നശിച്ചു പോയത്, ഇല്ലാതായത് എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺ എന്താണെന്ന് അവരൊരു ഡോക്യുമെൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് പ്രൂഫ്, തെളിവോടുകൂടി. ആഫ്റ്റർ ദാറ്റ് ഗവൺമെൻറ് പ്രോമിസ് ടു കൺസിഡർ മോസ്റ്റ് ഓഫ് ദ റെക്കമെൻഡേഷൻസ് ഇൻ ദ റിപ്പോർട്ട്. അങ്ങനെ റിപ്പോർട്ടൊക്കെ നോക്കിയതിന് ശേഷം ഗവൺമെൻറ് വാഗ്ദാനം നൽകുകയാണ്, ഇത് ഞങ്ങൾ പരിഗണിക്കുന്നതാണ്, ഇതിനുള്ള നടപടികൾ എടുക്കുന്നതാണെന്നൊക്കെ വാഗ്ദാനം നൽകി. അപ്പോൾ ദ ഗവൺമെൻറ് ഡിസീവ്ഡ് ദ പീപ്പിൾ ബൈ നോട്ട് ടേക്കിംഗ് ഫർദർ ആക്ഷൻസ് അപ്പോൺ ഇറ്റ്. പക്ഷേ ഗവൺമെൻറ് ഈ ആളുകളെ ചതിക്കുകയാണ് ചെയ്തത്. ഗവൺമെൻറ് അവിടെ ഫെയിലിയറാണ്, അതായത് ആക്ഷൻ എടുക്കാൻ ഫെയിലിയർ ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോറസ്റ്റിനെ പ്രിസർവ് ചെയ്യുന്നതിൽ നമ്മുടെ ഗവൺമെൻറ് ഫെയിലിയർ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫർദർ ആക്ഷനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ദ ലോഗിങ് പ്രോസസ് കണ്ടിന്യൂഡ് ലൈലി. അതുകൊണ്ട് തന്നെ ഡെയിലി ആ ഒരു ലോഗിങ് പ്രോസസ്സ്, ആ ഒരു മരം വെട്ടുന്ന ആ ഒരു പ്രോസസ്സ് ലോഗിങ് കമ്പനീസ് തുടർന്നുകൊണ്ടേയിരുന്നു. ബിക്കോസ് ഓഫ് ദീസ് ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം സസ്റ്റെയിൻസ് വെൽ വിച്ച് ഹെൽപ്സ് റെഗുലേറ്റ് വാട്ടർ ലെവൽ, കാർബൺ സിക്വസ്ട്രേഷൻ, ഷെൽട്ടർ ഫോർ വേരിയസ് സ്പീഷീസ് എക്സെട്ര. ഈ ഒരു ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ്, ഈ ഏൻഷ്യൻ, അതായത് പുരാതന കാലത്തെ ഈ വലിയ കാടുകൾ കാരണമാണ് എക്കോസിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ വാട്ടർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്, കാർബൺ സെക്വസ്ട്രേഷൻ, കാർബൺ വലിച്ചെടുക്കുന്നത്,
എന്നിട്ട് നമുക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഷെൽട്ടർ ഫോർ വേരിയസ് സ്പീഷീസ്, ഒരുപാട് പക്ഷി മൃഗാദികൾക്ക് ഒരു ആവാസ വ്യവസ്ഥ, അവർക്കൊരു ഷെൽട്ടറായിട്ട് മാറുന്നതൊക്കെ ഈ ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റുകളാണ്. ദ ഡോക്യുമെൻ്ററി എംഫസൈസസ് ദ നീഡ് ടു പ്രൊട്ടക്ട് ഫോറസ്റ്റ് ഫോർ ഫർദർ ജനറേഷൻസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റ് ആൻഡ് ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റീസ്. അതുപോലെ ഈ ഡോക്യുമെൻ്ററി എംഫസൈസ് ചെയ്യുന്നത്, ഊന്നൽ നൽകുന്നത് ഈ ഒരു ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റും പഴയ കാലത്തെ ഈ വലിയ കാടുകളും അവിടുത്തെ ആ ഒരു ദേശത്ത് വസിക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്. It highlights the complexities of resource extraction and the consequences on workers and their livelihood. അതുപോലെ ഈ ഒരു റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, അതായത് ഈ ഫോറസ്റ്റിലെ റിസോഴ്സുകൾ ഊറ്റിയെടുക്കുന്നത് മൂലം ഈ വർക്കേഴ്സിനും ഒരുപാട് അതിൻ്റെ പരിണിതി ഫലമായിട്ട് ഒരുപാട് കോംപ്ലക്സിറ്റീസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഉപജീവനം തന്നെ ഇതുമൂലം പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഡോക്യുമെൻ്ററിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. The documentary also highlights the benefits of native communities, some tribes who receive financial benefits from the forest. പിന്നീട് ഡോക്യുമെൻ്ററി ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു നാറ്റീവ് കമ്മ്യൂണിറ്റീസ്, ആ ഒരു ഫോറസ്റ്റ്, ആ ഒരു ഏൻഷ്യൻ ഫോറസ്റ്റിൽ ആ ഭാഗത്ത് വസിക്കുന്ന ആളുകൾ, ആ ഒരു കമ്മ്യൂണിറ്റീസ്, ആ ട്രൈബ്സ്, അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ, അവർക്ക് ഈ ഫോറസ്റ്റിൽ നിന്ന് ഒരുപാട് ഫിനാൻഷ്യൽ ബെനഫിറ്റ്സുകൾ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഈ ഒരു ഡോക്യുമെൻ്ററി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് മീൻസ് ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് അവരുടെ ആ ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവരൊരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. തേനെടുത്ത് അവർ വിൽക്കുന്നുണ്ട്, അതിൽ നിന്ന് അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഈ ഫോറസ്റ്റിൽ നിന്ന് ഫിനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് അബൌട്ട് വാരിയസ് യൂണിക് ആനിമൽ സ്പീഷീസ് ആൻഡ് ബേർഡ് സ്പീഷീസ് ആൻഡ് ഓൾസോ സം ലീഷ്യൻ പോപ്പുലേഷൻസ് ഇൻ കനേഡിയൻ ഫോറസ്റ്റ്. അതുപോലെ ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരുപാട് യുണീക്കായിട്ടുള്ള ആനിമൽ സ്പീഷീസിനെയും ബേർഡ് സ്പീഷീസിനെയും, അതുപോലെ ലീഷ്യൻ മീൻസ് പായലുകൾ ഒക്കെ, കനേഡിയൻ ഫോറസ്റ്റിലുള്ള പായലുകളെയൊക്കെ നമുക്ക് മുന്നിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ദർ എക്സിസ്റ്റൻസ് സീം ടു ബി റിയലി പത്തറ്റിക് ഡ്യൂ ടു ദ ഓവർലോഗിങ് ആക്ടിവിറ്റീസ് ഓഫ് ഫോറസ്ട്രി കമ്പനി നെയിംഡ് ടീൽ ജോൺസ്. അപ്പോൾ അവരുടെ എക്സിസ്റ്റൻസ്, അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് റിയലി പതറ്റിക്കാണ്, വളരെ ശോചനീയാവസ്ഥയാണ്, ദയനീയാവസ്ഥയാണ്. അതായത് ഈ ഒരു അതായത് ഇവിടെ ഒരു ഫോറസ്ട്രി കമ്പനി പറയുന്നുണ്ട്, ലോഗിങ് കമ്പനി പറയുന്നുണ്ട്, ടെയിൽ ജോൺസ്, ഈ ലോഗിങ് കമ്പനീസ് ഇങ്ങനെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് കഴിഞ്ഞാൽ ഈ പഴയ പുരാതന കാലത്തെ ഈ ഒരു ഫോറസ്റ്റിൽ വസിക്കുന്ന ബേർഡ് സ്പീഷ്യസിൻ്റെയും ആനിമൽ സ്പീഷ്യസിൻ്റെയും അതുപോലെ ഈ ലീച്ചൻ പായലുകളുടെയൊക്കെ അവസ്ഥ വളരെ പതറ്റിക്കാണ്, വളരെ ദയനീയാവസ്ഥയാണെന്നാണ് പറയുന്നത്. ലോഗിങ് ഇൻ ബ്രിട്ടീഷ് കൊളംബിയ ആക്ച്വലി സ്റ്റാർട്ടഡ് ഡ്യൂറിങ് 1800s. അപ്പോൾ 1800s ബ്രിട്ടീഷ് കൊളംബിയയിൽ ലോഗിങ്, ഈ മരം വെട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ലേറ്റർ വേരിയസ് കൈൻഡ്സ് ഓഫ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഹാപ്പൻ വിച്ച് ആക്ച്വലി ലെഡ് ദ ലോഗിങ് മെത്തേഡ് ഫാസ്റ്റർ. പിന്നീട് ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നതോടുകൂടി ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായി, ഈ മരം മുറിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമായി എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി അഫക്റ്റിംഗ് ദ എക്കോസിസ്റ്റം ആക്ച്വലി. അപ്പോൾ ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലൂടെ ഈ ഒരു എക്കോസിസ്റ്റത്തിനെ ഇൻഡയറക്ട്ലി അത് മോശമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് ടെക്നോളജി വളർന്നതോടുകൂടെ മരം മുറിക്കൽ ഈസി ആയിട്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, ടൂൾസ് ഒക്കെ വന്നു. The documentary also discusses the Amazon rainforest, which plays a crucial role in providing rainfall and is affected by deforestation due to soy farming and cattle ranching. അതുപോലെ ഈ ഡോക്യുമെൻ്ററി ഡിസ്കസ് ചെയ്യുന്നത് ആമസോൺ മഴക്കാടുകളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ മഴക്കാടുകൾ ആക്ച്വലി നമുക്ക് നമ്മുടെ ഈ ഒരു ഫോറസ്റ്റിൽ ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്നുണ്ട്. അവരാണ് ഈ റെയിൻഫോള്
പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഡിഫോറസ്റ്റേഷനൊക്കെ, അതായത് വനനശീകരണം അതിനെ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഒരു സോയ് ഫാമിങ് മീൻസ് ഈ സോയ ഫാമിങ്, അതുപോലെ കാറ്റിൽ റാഞ്ചിങ്, അത് കന്നുകാലികളൊക്കെ മേയ്ക്കലൊക്കെ വന്നതോടുകൂടെ ഇതൊക്കെ വളരെയധികം ഈ ഒരു ആമസോൺ റെയിൻ ഫോറസ്റ്റിനൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Preserving all growth forest is essential for climate change as they absorb CO2 from the atmosphere and store in various ways. ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റുകൾ, ഏൻഷ്യൻ ഫോറസ്റ്റുകൾ, കാടുകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ക്ലൈമറ്റ് ചേഞ്ചിന്, കാലാവസ്ഥ മാറ്റങ്ങൾക്ക്, അതുപോലെ CO2 കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ, അറ്റ്മോസ്ഫിയറിൽ അത് വേരിയസ് വേസിൽ സ്റ്റോർ ചെയ്യാൻ, ഇതിനൊക്കെ നമ്മൾ ഓൾഡ് ഗ്രോത്ത് ഫോറസ്റ്റുകൾ പ്രിസർവ് ചെയ്യണം, സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. Projects to preserve forest can be implemented through sustainable forestry practices such as selective cutting method used by Native American tribes. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി ലോഗിങ് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫോറസ്റ്റിനെ പ്രിസേർവ് ചെയ്യണം, അത് സസ്റ്റൈനബിൾ ഫോറസ്ട്രി പ്രാക്ടീസസിലൂടെ പ്രിസേർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് സെലക്റ്റീവ് കട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോറസ്റ്റിനെ നമുക്ക് പ്രിസേർവ് ചെയ്യാം. ഈ നാറ്റീവ് അമേരിക്കൻ ട്രൈബ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സെലക്റ്റീവ് കട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ബൈ റെഡ്യൂസിങ് ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഫോറസ്റ്റ് ഡിഗ്രഡേഷൻ. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് സെലക്റ്റീവ് കട്ടിംഗ് മെത്തേഡിലൂടെയൊക്കെ ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും, ഡിഫോറസ്റ്റേഷൻ, വനനശീകരണമൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സെലക്റ്റീവ് ലോഗിംഗ് ഇൻവോൾവ് റിമൂവിങ് സർട്ടൻ ട്രീസ് വൈൽ പ്രിസർവിങ് ദ ബാലൻസ് ഓഫ് ദ ഫോറസ്റ്റ്. സെലക്റ്റീവ് ലോഗിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് സർട്ടൻ ട്രീസ് റിമൂവ് ചെയ്യുക, അതോടുകൂടിയിട്ട് ഈ ഫോറസ്റ്റിൻ്റെ ബാലൻസ് പ്രിസർവ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റ്സ് ആൻഡ് കമ്പനീസ് ഷുഡ് പ്രൊട്ടക്ട് ദീസ് ഫോറസ്റ്റ് ഡയറക്ട്ലി വിത്തൗട്ട് റിലൈങ് ഓൺ കാർബൺ ക്രെഡിറ്റ്സ്. അതുപോലെ ഗവൺമെൻറ്റ്സ്, കമ്പനീസൊക്കെ ഈ ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരിക. അതായത് അവർ കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേഷനാണ്, അവരെ ആശ്രയിക്കാതെ ഡയറക്റ്റ്ലി മുന്നോട്ട് വന്ന് പ്രിസർവ് ചെയ്യാനാണ് പറയുന്നത്. ലിവിങ് കാർബൺ ഈസ് എ പബ്ലിക് ബെനിഫിറ്റ് കോർപ്പറേഷൻ വിത്ത് എ മിഷൻ ടു റീബാലൻസ് ദ മെറ്റബോളിക് സിസ്റ്റം ഓഫ് അവർ പ്ലാനറ്റ്. അപ്പോൾ ലിവിങ് കാർബൺ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ബെനിഫിറ്റ് കോർപ്പറേഷനാണ്. അവരുടെ മിഷൻ എന്ന് പറയുന്നത് മെറ്റബോളിക് സിസ്റ്റം, നമ്മുടെ പ്ലാനറ്റിലുള്ള മെറ്റബോളിക് സിസ്റ്റം റീബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഡെവലപ്പ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് പ്ലാൻസ് ടു sequester and store carbon. The documentary calls for collective responsibility to face the consequences of our actions and consider the finite resources of earth. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി നമ്മളോട് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് ഈ ഒരു കോൺസിക്വൻസസ് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്രവൃത്തി മൂലമാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പരിണിത ഫലം നമ്മൾ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഏൻഷ്യൻ ഫോറസ്റ്റിലുള്ള ഫോറസ്റ്റ് ലോഗിങ് ഒക്കെ നടത്തി അവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ബേർഡ് സ്പീഷീസ്, ആനിമൽ സ്പീഷീസ് ഇവരുടെയൊക്കെ ഷെൽട്ടർ നഷ്ടപ്പെടുന്നു, വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ റെയിൻഫോൾ ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ്, ഈ ഒരു പ്രോബ്ലംസൊക്കെ നമ്മുടെ ആക്ഷൻസ് മൂലം ഉണ്ടായതാണ്. അപ്പോൾ നമ്മുടെ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൻ്റെ പരിണിത ഫലം ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്. If this process continues, future generations will suffer from the loss of ancient rainforest and they have to mingle with tree plantations instead of old growth trees. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലോഗിങ് പ്രോസസ്സ്, ഈ ഒരു ഫോറസ്റ്റിലുള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ ഒരുപാട് കഷ്ടപ്പെടും. അവർക്ക് അവരുടെ ആ ഒരു ഏൻഷ്യൻ റെയിൻ ഫോറസ്റ്റുകൾ അവർക്ക് നഷ്ടപ്പെടും. അവർക്കിങ്ങനെ പുതിയ ട്രീകൾ പ്ലാന്റ് നടേണ്ട അവസ്ഥയാണ് അവർക്ക് വരുന്നത്. അത് പഴയ വലിയ ട്രീസൊക്കെ നഷ്ടപ്പെട്ട് അവർക്ക് പുതിയ ട്രീസ് നടേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് വരുന്നത്.
അപ്പോൾ എല്ലാവരും നമ്മുടെ എല്ലാം ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ഈ ഒരു ഏൻഷ്യൻ ഫോറസ്റ്റിനെ പ്രിസർവ് ചെയ്യുക എന്നാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ നമ്മളോട് പറയുന്നത്. ഓക്കെ.